ഹായ്. മാർക്കറ്റിംഗിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഫാക്റ്റാണ് ഗൊറില്ല മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഗൊറില്ല മാർക്കറ്റിംഗ് എന്താന്ന് പറയുന്നതിന് മുമ്പ്, ഗൊറില്ല മാർക്കറ്റിംഗ് വെച്ച് അടിപൊളിയായിട്ട് മാർക്കറ്റ് ചെയ്തൊരു ബ്രാൻഡുണ്ട്. നമുക്കെല്ലാവർക്കും ഭയങ്കര പരിചയമുള്ള ഒരു ബ്രാൻഡാണ്. റെഡ് ബുള്ളാണ് ആ ബ്രാൻഡ്. എന്താ റെഡ് ബുൾ ഗൊറില്ല മാർക്കറ്റിംഗിൽ ചെയ്തത്? അവർ ഓൾമോസ്റ്റ് 2000-ലാണ് യൂറോപ്യൻ കൺട്രീസിലോട്ട് വരുന്നത്. അവർ വരുന്ന സമയത്ത് അവിടെ അവർക്ക് ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടായിരുന്നു. ഒരുപാട് അവർ സ്പെൻഡ് ചെയ്ത് നോക്കി മാർക്കറ്റിലേക്ക് എൻ്റർ ആവാൻ വേണ്ടിയിട്ട്. പക്ഷേ അവർ വിചാരിച്ച ഒരു ഹൈപ്പിലേക്ക് വരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് റെഡ് ബുൾ ചിന്തിക്കുന്നത്, ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിൾ ആയിട്ട് എന്തെങ്കിലും ചെയ്യാം എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് അവർ അവരുടെ ഗൊറില്ല മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എം ടി ക്യാൻ സ്ട്രാറ്റജി എന്ന പേരിലായിരുന്നു അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്നും ഉണ്ടായിരുന്നില്ല, വളരെ സിമ്പിൾ ആയിരുന്നു. അവർ ആലോചിക്കുകയാണ്, ഓക്കെ റെഡ് ബുൾ എന്ന് പറയുന്ന ഒരു എനർജി ഡ്രിങ്ക് ആണ്, അതുകൊണ്ട് തന്നെ എനർജി ആവശ്യമുള്ള ആൾക്കാരിലേക്ക് ഇനി പ്രൊഡക്റ്റ് എത്തിക്കാം എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് അവരെന്ത് ചെയ്യാണ്, വരുവാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആർക്കാണ് എനർജി ആവശ്യമായിട്ടുള്ള ആൾക്കാർ? പൊതുവെ അത് എത്തിച്ചെല്ലുന്നത് എവിടേക്കായിരിക്കും? സ്പോർട്സ് നടക്കുന്ന അല്ലെങ്കിൽ ഇവന്റ്സ് അതുപോലെ പബ്ബുകളുടെ ഒക്കെ ഫ്രണ്ടിലേക്കായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കുക, എത്തുന്നുണ്ടായിരിക്കുക. അതായത് ആൾക്കാർ എനർജി സ്പെൻഡ് ചെയ്യുന്ന സ്ഥലത്തൊക്കെ ആരുണ്ടായിരിക്കണം, ഇനി മുതൽ റെഡ് ബുൾ ഉണ്ടായിരിക്കണം എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് എന്ത് ചെയ്യുന്നത്, അവർ അവരുടെ എം ടി ക്യാൻ സ്ട്രാറ്റജി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് സിമ്പിളായിരുന്നു. അവരെന്ത് ചെയ്തു, ആൾക്കാരെ അറിയാതെ അവരുടെ പാർട്ടികൾ നടക്കുന്ന സ്ഥലങ്ങളും സ്പോർട്സ് നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ റെഡ് ബുള്ളിൻ്റെ എം ടി ക്യാൻസ് കൊണ്ടുപോയി ഡംപ് ചെയ്തിടാൻ തുടങ്ങി. ഇങ്ങനെ ഡംപ് ചെയ്തിടാൻ തുടങ്ങിയപ്പം പുറത്തോട്ട് ആൾക്കാർ ഇറങ്ങി വരുന്ന സമയത്ത് അവർ കാണുന്നത് എന്താണ്, റെഡ് ബുള്ളിയുടെ ഒരുപാട് ബോട്ടിൽസ് നിലത്തൊക്കെ കിടക്കുന്നു. അപ്പോൾ ആൾക്കാർ ഇതുവരെ കാണാത്തൊരു പ്രൊഡക്റ്റാണ്, ഭയങ്കര ക്യൂരിയോസിറ്റി ഉള്ള കളറാണ്. അപ്പോൾ ആൾക്കാർ ഭയങ്കര വൗ ഇത് എന്താണ് പുതിയ സാധനം എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് ആൾക്കാർ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ എന്ത് ചെയ്യാൻ തുടങ്ങി, ആൾക്കാർ ഈ ഒരു ക്യൂരിയോസിറ്റി മൈൻഡിൽ വെച്ചിട്ട് അവർ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ ഹൈപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ അവർ ഈ പ്രൊഡക്റ്റ് എന്ത് ചെയ്യാൻ തുടങ്ങി, അവിടെ ഷെൽഫിൽ കാണാൻ തുടങ്ങി. ഈ ഒരു ഒറ്റ സ്ട്രാറ്റജി വെച്ചിട്ടാണ് അവർ ഓൾമോസ്റ്റ് 2 ബില്യൺ റവന്യൂ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, അവർ റേസ് ചെയ്തിട്ടുള്ളതാണ് പറയുന്നത്. നമുക്കിവിടെ ട്രഡീഷണൽ മാർക്കറ്റിങ്ങോ ഡിജിറ്റൽ മാർക്കറ്റിങ്ങോ ഒന്നും കാണാൻ വേണ്ടി പറ്റില്ല. ഗൊറില്ല മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ്. അതായത് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് വളരെ കുറച്ചുകൊണ്ട് നമ്മൾ മാർക്കറ്റിൽ വലിയൊരു ബൂം ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഗൊറില്ല മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറീസും മാർക്കറ്റിങ്ങും ബ്രാൻഡിങ്ങും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ചാനൽ ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ്. താങ്ക് യു.